ഈ പുഴയും കടന്നില്ലണമെങ്കിൽ യമുനയെ നശിപ്പിച്ച് വിശാൽ. അങ്ങനെ നമ്മുടെ യമുനയാണെങ്കിൽ വിശാലിനോട് പറയുന്നുണ്ട്, എനിക്ക് തന്നോട് വൈരാഗ്യമോ ശത്രുതയൊന്നുമില്ല. തൻ്റെ അച്ഛനാണ് ഞങ്ങളെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതെന്ത് കാര്യത്തിനാണ് എന്തിനാണ് എന്നൊന്നും അറിയില്ല. എൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്ത് കൈവശം വെച്ച് ഞങ്ങളെ തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് നിൻ്റെ അച്ഛൻ എന്ന് വിശാലിനോട് യമുന പറയുന്നു. യമുന അതിനുശേഷം അവിടെ ബാക്കിയുള്ളവരോടൊക്കെ ആയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ നമ്മുടെ യമുനയാണെങ്കിൽ അവിടെ ഇങ്ങനെ നിൽക്കാട്ടോ. അപ്പോഴാണെങ്കിൽ വിശാൽ യമുനയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, താൻ എൻ്റെ കൂടെ ഒരു സ്ഥലത്തേക്ക് വരാമോ എന്ന് ചോദിക്കുന്നു. ഇതേ സമയം യമുനയാണെങ്കിൽ എവിടേക്കാ, എങ്കടാ എന്ന് ചോദിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ അതൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, എങ്കിൽ പിന്നെ ഞാൻ വരില്ല എന്ന് യമുന പറയുന്നു. അത് കേട്ട വിശാൽ പറയുന്നുണ്ട്, അപ്പോൾ തനിക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യമാണല്ലേ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം യമുനയാണെങ്കിൽ എന്നെ രാത്രിക്ക് മുമ്പ് വീട്ടിൽ കൊണ്ടാക്കണമെന്ന് പറയുന്നത് കാണാം. സത്യം പറഞ്ഞാൽ വിശാലിന് യമുനയോട് പ്രതികാരം ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും. സംഭവിക്കുന്നു എന്നൊന്നും ഇപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ നമ്മുടെ വിശാലാണെങ്കിൽ യമുനയെ നശിപ്പിക്കാൻ ശ്രമിക്കുമെന്നൊക്കെ ചിലപ്പോൾ തോന്നുന്നു കേട്ടോ. ഇതിനിടയിലാണെങ്കിൽ രാത്രി ഏറെ വൈകി, യമുനയെ കാണുന്നില്ല. നമ്മുടെ ചാരതിയാണെങ്കിൽ വളരെയധികം സങ്കടത്തിലാണ്. പുള്ളിക്കാരിയാണെങ്കിൽ പൊട്ടിക്കരഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് യമുനയെ നോക്കി വഴിക്കണ്ണിലേക്ക്. ഇതേ സമയമാണ് കാവേരിയും ഗംഗയും കടന്നു വരുന്നത്. അല്ല യമുന നിങ്ങളുടെ കൂടെ ഇല്ലേ? യമുന ഇതുവരെയായിട്ടും വന്നില്ലല്ലോ. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. അവളിത് എവിടെ പോയി എന്ന് ചിന്തിക്കുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയമാണെങ്കിൽ അത് പിന്നെ അമ്മേ, ഞങ്ങൾ വിചാരിച്ചു അവൾ വന്ന് കാണുമെന്ന്. കുറേ നേരം ആയല്ലോ, അവൾ വരേണ്ട സമയമൊക്കെ കഴിഞ്ഞല്ലോ. പിന്നെ ഞങ്ങൾ അവളെ കാത്തൊന്നും നിന്നില്ല, അവൾ വന്നുണ്ടാകുമെന്ന് വിചാരിച്ചു എന്ന് പറയുന്നു. ഈശ്വര, എൻ്റെ മോൾക്കിത് എന്തു പറ്റി? എൻ്റെ മോളെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ശാരദ പൊട്ടിക്കരയാനായിട്ട് തുടങ്ങുന്നൊരു കാഴ്ച കാണാൻ കഴിയും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വിനീതാണെങ്കിൽ ഗംഗയെയും ഒക്കെ കൊണ്ട് എങ്ങടെ നമ്മുടെ യമുനയെ അന്വേഷിച്ച് ഇറങ്ങുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. യമുനയ്ക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ കണ്ട് തന്നെ കാണണം കേട്ടോ. എന്തായാലും വിശാൽ പ്രതികാരം ചെയ്യോ, അതോ വിശാൽ നന്മയുടെ മാതൃകയാവോ, നന്മ മരമാവോ? അതായത് അച്ഛൻ്റെ പോലെയല്ല താനിന്ന് യമുനയെ തെളിയിക്കാനായിട്ടായിരിക്കുമോ വിശാൽ കൊണ്ടുപോയിരിക്കുക എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കണം പ്രേക്ഷകരെ. എന്തായാലും യമുന വലിയൊരു കെണിയിലേക്കാണ് നടന്ന് കയറിയിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇനി വിശാൽ യമുനയെ ഇല്ലാതാക്കുമോ എന്നൊക്കെ കണ്ട് തന്നെ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ റിവ്യൂവും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാനും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫുള്ളായിട്ട് കാണാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.